ഓഹോ, ഇവിടെ വന്ന് മറഞ്ഞു നിൽക്കായിരുന്നല്ലേ? ശ്യാമേട്ടനൊന്ന് വരുന്നുണ്ടോ? എന്താ ഗംഗ നീ ഇങ്ങനെ? ഞാൻ ഇങ്ങനെയാ. എന്തെങ്കിലും വേണമായിരുന്നെങ്കിൽ എന്നോട് പറയായിരുന്നില്ലേ? അല്ലാതെ ആളില്ലാത്ത നേരത്തെ ഇങ്ങനെ കള്ളന്മാരെ പോലെ. കണ്ടില്ലേ അവളുടെ ഒരു അഹങ്കാരം? ഗംഗ, മറ്റുള്ളവരുടെ ദുഷ്പ്രചരണങ്ങൾ നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്ന അപകടമാണ്. ഈ സംഭവിച്ചതൊക്കെ ശാലിനിയുടെ ജാതകദോഷം കൊണ്ടാണെങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഗംഗയ്ക്കും ഗിരിക്കുമൊക്കെ ശരിയായ ഓർമ്മ ഉറയ്ക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ആരുടെ ജാതകദോഷം കൊണ്ടാണ്? അമ്മയുടെ സ്ഥാനത്ത് വന്നു കയറിയ സ്ത്രീയിൽ നിന്നും ഇത്രയും കാലം ദ്രോഹങ്ങൾ സഹിക്കേണ്ടി വന്നത് ആരുടെ ജാതകദോഷം കൊണ്ടാണ്? നല്ലത് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഗംഗയ്ക്ക് ഇങ്ങനെ ജന്മനാ ഒരു തീരാവ്യാധി വന്നു കൂടിയത് ആരുടെ ജാതകദോഷം കൊണ്ടാണ്? ഇതൊന്നും ശാലിനിയുടെ ജാതകദോഷം കൊണ്ടായിരുന്നില്ലല്ലോ, ആണോ? ശ്യാമേട്ടൻ വക്കീലാണല്ലോ, തർക്കിച്ച് ജയിക്കാൻ വിരുദ് കൂടുമല്ലോ. പ്രത്യേകിച്ചും പെങ്ങളുടെ കാര്യം കൂടി ആവുമ്പോ തോൽക്കാനേ കഴിയില്ല. തോറ്റുപോയത് ഞാനല്ലേ, എന്റെ ആങ്ങളയല്ലേ. എനിക്ക് പേടിയാ, ഇനി ശ്യാമേട്ടനും കൂടി എന്തെങ്കിലും സംഭവിച്ചു പോകുമെന്ന് എനിക്ക് പേടിയാ ശ്യാമേട്ട. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. മതി. ഓഹോ, ഇവിടെ വന്ന് മറഞ്ഞു നിൽക്കായിരുന്നല്ലേ? ഇവിടെ വന്ന് ഒളിച്ചു നിന്നിട്ട് എല്ലാം കേട്ടോ? ഞാനിപ്പോ വന്നേ ഉള്ളൂ ഗംഗേച്ചി. ശ്യാമേട്ടന് മുറിയിൽ നോക്കിയപ്പോ കണ്ടില്ല. ശ്യാമേട്ടനൊന്ന് വരുന്നുണ്ടോ? എന്താ ഗംഗ നീ ഇങ്ങനെ? ഞാൻ ഇങ്ങനെയാ ഗംഗ, ഇനി ഇങ്ങനെയാ. എല്ലാരും കൂടി എന്നെ ഇങ്ങനെ ആക്കിയതല്ലേ? എല്ലാരും കൂടിയല്ല, ഇവളാ എന്നെ ഇങ്ങനെ ആക്കിയത്. മതി. ശ്യാമേട്ടൻ താഴേക്ക് വരുന്നുണ്ടോ ഇല്ലയോ? നീ പൊയ്ക്കോ. വേണ്ട ഏട്ടാ, ഞാൻ പോയിക്കോളാം. ഗംഗ, ഇറ്റ്സ് ക്രൂവൽ, വെരി ക്രൂവൽ. മോളെ, മോളെ നീ വാ. അപ്പുവേട്ടന്റെ മുറി മുഴുവൻ അരിച്ചു പെറുക്കി നോക്കി, ഒരു കടലാസ് കൊണ്ട് പോലും കിട്ടിയില്ല. അന്നേ ഞാൻ സൂക്ഷിച്ചാ മതിയായിരുന്നു, എങ്കിൽ ഈ കുഴപ്പമൊന്നും വരില്ലായിരുന്നു. ഗിരി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ കഞ്ചനാമ്മേ. എന്തായാലും ഈ വീടും പറമ്പും അച്ഛൻ ഗാഥയുടെ പേരിലല്ലേ എഴുതി വെച്ചിരിക്കുന്നേ. കാര്യമൊക്കെ ശരിയാ, എനിക്കും എന്റെ മോൾക്കും അതൊന്നും വേണ്ടിയിട്ടും അല്ല. പക്ഷേ ഗിരിമോൻ ഇല്ലാത്തടത്തോളം കാലം അതിവിടെ ഇരിക്കുന്നത് അപകടാ. വീടിന്റെ കാര്യം പോട്ടെ, അത് ഗാഥയുടെ പേരിലാണെന്നിരിക്കട്ടെ, ബാക്കിയുണ്ടല്ലോ വസ്തുവകകൾ. ഗംഗമോൾക്കും ഗിരിമോനും എഴുതി വെച്ചിട്ടുള്ളത്, അതിന്റെ കാര്യോ? അതിനെന്താ പ്രശ്നം? ഓ, ഇതാ ഞാൻ പറഞ്ഞത്, ഗംഗമോളൊരു മണ്ടിയാണെന്ന്. എന്റെ മോളെ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ നേരാ, പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമായില്ലല്ലോ. ആധാരം അന്യരുടെ കയ്യിൽ ഇരിക്കുന്നത് എപ്പോഴും അപകടം തന്നെയാ. അതിന് ഗിരി അന്യനൊന്നും അല്ലല്ലോ. അല്ല, പക്ഷെ അന്യ ഒരുത്തി വേറെ ഉണ്ടല്ലോ ഇവിടെ. അവൾക്ക് അതെടുത്ത് എന്താ ചെയ്യാൻ പാടില്ലാത്തത്? വല്ലയിടത്തും കൊണ്ട് പണയം വെച്ചാൽ പോലും ലക്ഷങ്ങൾ കിട്ടില്ലേ? അവൾക്കിനി വേറെ എന്താ നോക്കാനുള്ളത്? ഒടുക്ക ഉള്ള മുതലെല്ലാം കണ്ടവന്മാര് കൊണ്ടുപോയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. പിന്നെ പെരുവഴിയിലോട്ടങ്ങ് ഇറങ്ങിയാ മാത്രം മതി. ദേ, ഇങ്ങനെ നോക്കിയിരുന്ന് നേരം കളയാതെ വേഗം തപ്പി എടുക്കാൻ നോക്കുമോളെ. ഗിരിമോന്റെ കാര്യം അറിയാലോ, ഇപ്പൊ അവൾക്ക് സ്വാതന്ത്ര്യായേ. ഒടുക്ക നമ്മളെല്ലാവരും ആ രാക്ഷസിയുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട ഗതികേട് വന്നിരിക്കും. അതിണ്ടാകാൻ പാടില്ല. അവൾ ഇപ്പോഴെങ്ങനെ വന്ന് കേറിയാലോ? അവൾ ഇപ്പോഴെങ്ങും വരത്തില്ല. അഴിഞ്ഞാടി നടക്കാൻ കിട്ടിയ അവസരല്ലേ, ആരെ പേടിക്കാനാ? ഇത് പൂട്ടിയിരിക്കുകയാണല്ലോ. ദേ, ആ മെത്തയുടെ തലാനിയുടെ അടിയിലെങ്ങാനും നോക്ക്. ഏതായാലും താക്കോല് ഞാത്തിക്കൊണ്ട് നടക്കാനൊന്നും വഴിയില്ല. ചെല്ല്, വേഗം ചെല്ല്. ഓ, ഈ പണ്ടാരം പൂട്ടിയിട്ടിരിക്കുന്നത്.
സാരിയൊക്കെ ഇവിടെ ഒന്നും കാണുന്നില്ല മോളെ. എല്ലാരും എവിടെയോ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കാണുന്നില്ല. ഇതിലൊന്നുമില്ല. ഒന്ന് മാറിയേ. ഈ ശാലിനി കുഞ്ഞ് എവിടെ പോയിരിക്കുക? കുഞ്ഞിനെ കൊണ്ടുവിട്ട് വരാൻ നേരമായല്ലോ. ഇതൊന്നും കാണുന്നില്ലല്ലോ മോളെ. ശാലിക്കുഞ്ഞ് വന്നല്ലോ. ശാലുക്കുഞ്ഞിന് ദൈവം കാത്തു. വേഗം അങ്ങോട്ട് ചെല്ല്. ആ കഞ്ചനാമ്മ ഗംഗക്കുഞ്ഞും കൂടെ ശാലുക്കുഞ്ഞിന്റെ മുറി മുഴുവൻ അരിച്ചു പിറക്കുക. എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. സംശയം തോന്നി ഞാൻ ജനലിന്റെ വിടവിൽ കൂടെ നോക്കിയപ്പോഴാ കണ്ടത്. വേഗം അങ്ങോട്ട് ചെല്ലുകുഞ്ഞെ. അവർക്കിപ്പോ എന്താ വേണ്ടേ? അതൊന്നും എനിക്കറിയാൻ വയ്യ. എന്തോ കൊനിഷ്ടപ്പിക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. വേഗം അങ്ങോട്ട് ചെല്ലുകുഞ്ഞെ. ആ പിന്നെ കുഞ്ഞെ, ഞാൻ പറഞ്ഞൊന്നും പറഞ്ഞേക്കരുതേ. ഓ, അവരറിഞ്ഞാലും ഇപ്പൊ എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല. അയ്യോ, ഇവിടെ ഏത് പാതാളത്തിലാ കൊണ്ട് വെച്ചിരിക്കുന്നേ? ഇനി വല്ല ബാങ്ക് ലോക്കറിലും കൊണ്ട് വെച്ചിട്ടുണ്ടാവോ? എന്റെ പേടി ഇതിനോടകം അവൾ അതെടുത്ത് ഏതെങ്കിലും അവന്മാർക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ടാവുമെന്നാ. അവൾ അതും ചെയ്യും. ദേ, ആ പെറ്റി കാണുവോ? ഇറങ്ങി നോക്കാം. ദേ, മോളതെടുത്ത്. പൂട്ടിയിരിക്കാണല്ലോ. ഉണ്ടോ? ആരാ അകത്ത്? വാതിൽ തുറക്കാനാ പറഞ്ഞത്. നാശം, ഇത്ര പെട്ടെന്ന് നിങ്ങൾ കെട്ടിയെടുത്തോ? വാതിൽ തുറക്കാനാ പറഞ്ഞത്. ഗംഗേച്ചി, നിങ്ങൾ അവിടെ എന്തെടുക്കുക? ചേച്ചി വാതിൽ തുറക്ക്. തുറക്കേ. എന്താ ഇവിടെ? ഒന്ന് നിന്നേ. ഗംഗേച്ചിക്ക് എന്താ വേണ്ടത്? എന്തെങ്കിലും വേണമായിരുന്നെങ്കിൽ എന്നോട് പറയായിരുന്നില്ലേ? അല്ലാതെ ആളില്ലാത്ത നേരത്തെ ഇങ്ങനെ കള്ളന്മാരെ പോലെ പതുങ്ങി കയറേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? കണ്ടോ, ഇവളീ പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ കള്ളികളാണെന്നല്ലേ? കള്ളികളെ ഞങ്ങളല്ലടി, നീയാ. നിന്റെ കള്ളത്തരങ്ങൾ പിടിക്കാൻ വേണ്ടി തന്നെയാ ഞങ്ങളെ അകത്തോട്ട് കയറിയത്. എന്ത് കള്ളത്തരങ്ങൾ? ഞാൻ എന്ത് കള്ളത്തരങ്ങൾ കാട്ടിയെന്നാ നിങ്ങൾ ഈ പറയുന്നത്? നീ വലിയ വാക്സാമർത്ഥ്യം ഒന്നും കാണിക്കണ്ട. ഞങ്ങളെ മുറി കയറി, അതിന് തക്കതായ എന്തെങ്കിലും കാരണങ്ങളും കാണും എന്നുവെച്ച് അത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. ഈ വീട്ടിലെ ഏത് മുറിയിലും കയറാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. അതിന് ആരുടെ അനുവാദമൊന്നും ആവശ്യമില്ല. പക്ഷെ ഇതെന്റെയും എന്റെ ഭർത്താവിന്റെ മുറിയാ. അതൊന്നും ഓർക്കാമായിരുന്നല്ലോ. ഭർത്താവോ? ഏത് ഭർത്താവ്? ഭർത്താവിന്റെ മുറി ഇപ്പൊ സെൻട്രൽ ജയിലിലല്ലേ? ഭാര്യയുടെ ഗുണം കൊണ്ട് അത്രയും ഒപ്പിച്ച് കൊടുത്തല്ല. നീ പതിവ്രതയായ ഭാര്യയാണെങ്കിൽ അങ്ങോട്ട് ചെല്ലടേ. അല്ലാതെ ചപ്രമഞ്ചത്ത് കയറി മലർന്ന് കിടക്കല്ല വേണ്ടത്. കഴിഞ്ഞോ? ആ കണ്ട, സ്ഥിരം നമ്പറായത്. ഉത്തരം മുട്ടിയാലുടനെ മൂങ്കണ്ണീർ ഒഴുക്കാൻ തുടങ്ങും. പഠിച്ച കള്ളികളുടെ ലക്ഷണമായത്. ഇത് കാണിച്ചാണല്ലോ ഇത്രയും കാലം എല്ലാരും വെട്ടികളാക്കിയതും. ഇനി ഇതിവിടെ ചെലവാകില്ല. എന്തിനാ ഗംഗേച്ചി നിങ്ങൾ എല്ലാരും കൂടെ എന്നോട് ഇങ്ങനെ? ഓ, എന്തൊരഭിനയോ. ഇത് വല്ല സീരിയലിലും ആണെങ്കിൽ 10 കാശെങ്കിലും കിട്ടിയാനല്ലടേ. കഞ്ചനമ്മ വരുന്നുണ്ടോ? ഇല്ല, എനിക്കതറിയണം. നിങ്ങൾ എന്താ ഇവിടെ തെരഞ്ഞെന്ന് എനിക്ക് അറിയണം. മാറി നിൽക്കടി. അവളുടെ കരണക്കുറ്റി നോക്കി ഒരെണ്ണം ഇട്ട് കൊടുക്കടി. ഇല്ല, എനിക്കത് അറിഞ്ഞേ പറ്റൂ. കണ്ടില്ലേ അവളുടെ ഒരു അഹങ്കാരം? എടേ, ഇതെന്റെ വീടാ. എങ്ങാണ്ടെന്നോ വലിഞ്ഞു കേറി വന്ന നീ നമ്മളെ തടയാൻ നോക്കിയാലുണ്ടല്ലോ, വിവരം അറിയാൻ പറഞ്ഞേക്കാം. നിന്നോട് മാറില്ലേ പറഞ്ഞത്? മോളിക്കുട്ടിയെ, താനെവിടെ എന്നെ എടുക്കുക? വരുന്നുണ്ടോ? ഇച്ചായ വരുന്നോ? ഈ സാരി ഒന്ന് എടുത്തോട്ടെ. ഫസ്റ്റ് ഇക്കണക്കിന് പെണ്ണും ചെറുക്കനും കെട്ടും കഴിഞ്ഞ് വീട്ടിൽ ചെന്നാലും
താൻ സാരി കൊടുത്ത് കഴിയത്തില്ലല്ലോടൂ. ഓ, ഈ പെണ്ണുങ്ങളെ കൊണ്ടൊരു വഴിക്ക് പോകാൻ ഒരുങ്ങിയാൽ അന്നത്തെ ദിവസം പോകാം. മോളൊന്ന് വഴക്കൊന്നും ഉണ്ടാക്കാതെ സ്കൂളിൽ പോകാൻ നേരത്തെ റെഡിയായോ? സ്കൂൾ ബസ് വരാൻ നേരമൊന്നും ആയില്ലല്ലോ. സ്കൂൾ ബസ്സിലല്ല, കാറിലാ പോകുന്നത്. കാറിലോ? ഏത് കാറില്? ഈ കാറില്. വല്യപ്പച്ചന്റെ വല്യമ്മച്ചിയുടെ കൂടെ. ഇത് വല്യപ്പച്ചന്റെ കാറല്ലല്ലോ മോളെ. പിന്നെ ആരുടെ കാറാ? ഇത് വല്യപ്പച്ചന്റെ ഒരു കൂട്ടുകാരന്റെ കാറാ. നമ്മുടെ കാർ എന്തിയെ വല്യപ്പച്ച? നമ്മുടെ കാറ് വർക്ക്ഷോപ്പിലല്ലേ മോള്? എന്നാലും നമ്മൾ ഈ വണ്ടിയിലേ വരുന്നുള്ളൂ. നമ്മൾ പോകുന്ന വഴിക്കല്ല അച്ചായ, ഞാനാ പറഞ്ഞ മോളെ സ്കൂളിൽ ഇറക്കാന്ന്. അത് ശരി, എന്നാ വാ. പക്ഷേ വല്യപ്പച്ചൊരു വിശ്വാസെങ്കിലും തരണം കേട്ടോ. തരുവോ? ക്ലാരമ്മയോട് വാങ്ങിച്ചോ. കാര്യമൊക്കെ കൊള്ളാം. പക്ഷെ ഇന്നും ടിഫിൻ കൊണ്ടുപോകുന്ന പോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്നാലേ എന്റെ വിധം മാറും, പറഞ്ഞേക്കാം. അങ്ങനെ രണ്ടാളും കൂടെ മാറി മാറി വാരി കൊടുത്തല്ലേ കൊച്ചിനെ പഠിപ്പിച്ചിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ തന്നെത്താൻ തിന്നാൻ പഠിപ്പിച്ചാലേ അതുങ്ങൾ സ്കൂളിൽ ചെന്നാലും വല്ലതും വാരി തിന്നു. അതങ്ങനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും വിരോധമാണല്ലോ. വല്യപ്പച്ച വാ, വന്ന് കേറ്, നമുക്ക് പോവാം. വാ 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 വാ, കേറിക്കോ. നീ അങ്ങോട്ടും പോകുന്നില്ലല്ലോ അല്ലേ? ഇവിടെ തന്നെ കാണിയല്ലേ? അടുക്കളയിലെ ജനലടച്ചേക്കണം. പൂച്ച കയറി കണ്ട പാത്രത്തിലൊക്കെ തലയിടും. എന്നാ ഇറങ്ങട്ടെ. ഒന്ന് വന്ന് കേറന്റെ മോളിക്കുട്ടി. പൂച്ച കാക്ക എവിടെങ്കിലും പോകാൻ ഒരുങ്ങുമ്പോഴാ ഒന്ന് കേറ് വേഗം. കേറിയോ? ആ ക്ലാരമ്മ, ആ വാ. ആ